जय जय बीजेपी, जय जय एनडीए, बोलो भारत माता की जय। കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഇന്ന് ഈ കേരളം നമ്മുടെ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും പുറകിലേക്ക് തള്ളിവിടാൻ കാരണം ഈ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നോക്കൂ, നിങ്ങൾ ഈ ധർമ്മടം മണ്ഡലത്തിൽ എടുത്തു പറയത്തക്ക ഒരു വികസനവും എത്തിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. ഈ റോഡിന് സൈഡിലുള്ള ചെറിയ ചെറിയ ലൈറ്റുകളല്ലാതെ മറ്റൊരു വികസനവും ഈ ധർമ്മടം മണ്ഡലത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല. ധർമ്മടം മണ്ഡലത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഊന്നൽ നൽകുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ ഈ മുഖ്യമന്ത്രിക്ക്, ഈ ധർമ്മടം മണ്ഡലത്തെ കഴിഞ്ഞ 10 വർഷമായി പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് 2 ആഴ്ച മുമ്പ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള മമ്പറത്ത് വെച്ച് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും കേന്ദ്രമന്ത്രി ശോഭ കരന്തലജിയും പങ്കെടുത്ത മെഗാ അദാലത്ത്. ആ മെഗാ അദാലത്തിൽ ഏകദേശം 3752 പരാതികൾ ഈ 2 കേന്ദ്രമന്ത്രിയുടെയും സംസ്ഥാന അധ്യക്ഷന്റെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ധർമ്മടം മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന പരാതികളാണ് അതിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. കുടിവെള്ളമില്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, 1 സെന്റ് ഭൂമിയില്ലാത്ത ആളുകൾ, അങ്ങനെ ആരോഗ്യരംഗത്ത് ബുദ്ധിമുട്ടി കഷ്ടത അനുഭവിക്കുന്ന നിരവധി ആളുകൾ. ഇതിനൊന്നും തന്നെ പരിഹാരം കാണാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ധർമ്മടം മണ്ഡലത്തിലെ ഏകദേശം 70% ആളുകളും, അതായത് ആ പരാതി കിട്ടിയിരിക്കുന്നതിന്റെ 70% ആളുകളും ധർമ്മടം മണ്ഡലത്തിലുള്ള ആളുകൾ. അവർ പറഞ്ഞ കാര്യമാണ്. കാരണം പൊതുവായി പുറമെ ഇങ്ങനെ കാണുന്ന ചില കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യം മുഖ്യമന്ത്രിക്ക് ആ മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഈ മണ്ഡലത്തിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ മറ്റ് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ പോലുള്ള വികസനം എത്തിക്കാൻ എനിക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ക്ഷേമ പദ്ധതികളുണ്ട്. ആ ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ കേരളത്തിലെ സാധാരണക്കാർക്ക് ഉൾപ്പെടാൻ സാധിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ സൗകര്യം കിട്ടുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ആ പദ്ധതിയിൽ ഗുണഭോക്താക്കളാകാൻ കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല 2024 നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻജി 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ആയുഷ്മാൻ ഭാരത് വയോവന്ദന എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതിയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ആ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ സാധാരണക്കാർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുന്നില്ല. ജലജീവൻ പദ്ധതിയിൽ ആകെ പദ്ധതിയുടെ പകുതി പണം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റിൽ പണമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ജലജീവൻ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ, കേരളത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്, ഈ മണ്ഡലത്തിലുണ്ട്. ഇതൊന്നും തന്നെ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. ശബരിമലയിലെ കൊള്ള നമുക്കറിയാം. 4.5 കിലോ സ്വർണമാണ്
ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ചിരിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ദേവസ്വം വകുപ്പിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത്. മുൻ ദേവസ്വം വകുപ്പ് ദേവസ്വം മാനേജർമാരടക്കമുള്ള പ്രസിഡന്റുമാരടക്കമുള്ള ആളുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതിനൊന്നും തന്നെ ഒരു പരിഹാരം കാണാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല. ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറുവാ സംഘമാണ്. ഇതിനെ നേർവഴിക്ക് നടത്തേണ്ട പ്രതിപക്ഷവും ഈ കാട്ടുകള്ളന്മാരെ പോലെ തന്നെ പ്രതിപക്ഷവും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുന്നതാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഈ സംസ്ഥാനത്ത് വരണം. അഴിമതിയില്ലാത്ത ഒരു ഭരണം ഈ സംസ്ഥാനത്ത് വരണം. ഒരു മാറ്റത്തിന് വേണ്ടി മാറാത്തതും മാറും എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഈ ധർമ്മടം മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും എനിക്ക് എന്റെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഞാനുള്ളത്.